നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മെഡിറ്റേഷൻ അഥവാ ധ്യാനം ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന മാറ്റ മാറ്റങ്ങളെയും ഗുണങ്ങളെയും പറ്റിയാണ് ഞാൻ പറയുന്നത്. എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ മെഡിറ്റേഷൻ, യോഗ ഇതൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഇത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഹാൻഡ് മുദ്രകളാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ പ്രാണായാമമുണ്ട്, അങ്ങനെ പലതരത്തിലും ഉണ്ട്. നമ്മൾ ഈ കാര്യം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു വ്യായാമം തന്നെയാണ്. ഇത് ചെയ്യുമ്പം നമുക്കൊരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് മെഡിറ്റേഷൻ. ഇത് നമ്മുടെ ചിന്തകളെയും ചീത്ത ചിന്തകളൊക്കെ നീക്കം ചെയ്ത് മനസ്സിൽ പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അങ്ങനെ ആകുമ്പം നമുക്ക് കുറച്ചും കൂടെ നല്ല പ്രവർത്തികൾ ചെയ്യാനായിട്ട് താല്പര്യം തോന്നും. നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നും നമ്മൾ ചിന്തിക്കും. നല്ലൊരു വൃത്തിയും സന്തോഷവും മനസ്സമാധാനമായിട്ടുള്ളൊരു ജീവിതവും കൂടെ നമ്മൾ ആഗ്രഹിച്ചു പോകും. പ്രാണായാമം ചെയ്യുന്നത് കുറേ കൂടെ നല്ലതാണ്. കാരണം അത് ബ്രീത്തിങ് എക്സസൈസാണ്. അതും നമ്മുടെ ചിന്തയും നമ്മുടെ മനസ്സിനെയും പിന്നെ നമ്മുടെ ശരീരത്തിനും മുഴുവനും ഗുണങ്ങൾ നൽകുന്നതാണ് ഈ പ്രാണായാമം. പിന്നെ ഇത് നമുക്ക് കുറച്ചും കൂടെ പേഴ്സണാലിറ്റി വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് തോന്നും. നമുക്ക് ടെൻഷൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനും സഹായിക്കുന്നതാണ് മെഡിറ്റേഷൻ കൊണ്ടൊക്കെ. നമ്മളിപ്പോൾ ഈ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ കാണും. ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയൊക്കെ ഇൻ്റർവ്യൂ കാണുമ്പോൾ ഈ റൊണാൾഡോയുടെ കൈ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ഒരു ഹാൻഡ് മുദ്രയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഉത്തരബോധി മുദ്ര എന്നാണ് പറയുന്നത്. അത് നമുക്ക് കൂടുതൽ പവർഫുള്ളായിട്ടുള്ള മനസ്സ് നൽകും. നമ്മുടെ ചിന്ത വ്യക്തമാകും. നമ്മുടെ ഓർമ്മശക്തിയും നമ്മുടെ കേൾക്കുന്ന കേൾവിശക്തിയൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ഇപ്പോൾ ക്രിസ്ത്യാനോയുടെയും എലോൺ മസ്കിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇവരെപ്പോഴും വളരെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ധൈര്യത്തോടെയാണ് ഇൻ്റർവ്യൂവിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ ആ ഹാൻഡ് മുദ്ര നമ്മൾ ശ്രദ്ധിക്കുക. അതൊക്കെ ഒരുപാട് നമുക്ക് ഒരുപാട് ശക്തി നൽകുന്ന ഹാൻഡ് മുദ്രയാണത്. പിന്നെ കൃത്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ചെറിയ ഇതുണ്ടല്ലോ, ഈ പനി, ചുമ, ജലദോഷം അങ്ങനെയുള്ള ഈ അസുഖങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മരുന്ന് കഴിക്കാതെ മാറ്റാൻ സാധിക്കും. കാരണം ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു. എനിക്ക് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് പനി വന്നായിരുന്നു. പക്ഷേ എനിക്കൊരാഗ്രഹം മെഡിസിൻ കഴിക്കാതെ മെഡിറ്റേഷൻ ചെയ്ത് മാറ്റാൻ പറ്റുമെന്ന്. കാരണം ഞാൻ ഇത് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് ആ ഒരു സംശയം കൂടെ ഇല്ലാതാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു 3 നേരമെങ്കിലും ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. നാഡീശോധന, പ്രാണായാമങ്ങളും മറ്റ് ഹാൻഡ് മുദ്രകളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ പനി എന്ന് പറഞ്ഞ അതിനെ എനിക്ക് അകറ്റി നിർത്താൻ കഴിഞ്ഞു. എന്നും വെച്ച് ഇപ്പോൾ ഭയങ്കര ഇതായിട്ടുള്ള പനിയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. മെഡിസിൻ കഴിക്കേണ്ടത് മെഡിസിൻ കഴിക്കണം. പക്ഷെ ഞാനിത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. പക്ഷെ അത് സക്സസ് ആയിരിക്കണം. എന്നും വെച്ച് ഭയങ്കര ഇതായിട്ടുള്ള പനിയൊക്കെ വരുമ്പോൾ നിങ്ങളിത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇത് കുറച്ച് ചെയ്തിട്ട് മെഡിസിനും കഴിക്കണം.
അല്ലെങ്കിൽ നിങ്ങൾക്കത് താങ്ങാൻ പറ്റത്തില്ലായിരിക്കും, വേറെ എന്തെങ്കിലും കുഴപ്പത്തിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ മെഡിസിൻ കഴിക്കേണ്ട കാര്യമൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഈ യോഗ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇത് ലൈഫ് ടൈം ഇൻഷുറൻസ് ആണ്. ഇത് നമ്മുടെ അസുഖങ്ങളിൽ നിന്നും മറ്റ് ഇതിൽ നിന്നും ആപത്തുകളിൽ നിന്നൊക്കെ നമ്മളെ സഹായിക്കാനും ആത്മവിശ്വാസമൊക്കെ നൽകാൻ സഹായിക്കുന്ന ഒരു മാർഗം കൂടിയാണ് മെഡിറ്റേഷൻ. ഇത് നമുക്ക് കൂടുതലും ഫോക്കസ് കിട്ടാനൊക്കെ സഹായിക്കും. പിന്നെ നമുക്ക് ഒരു സ്ഥിരതയൊക്കെ നൽകും. നമ്മുടെ വർക്കിലും പഠിത്തത്തിലും അല്ലാതെ മറ്റ് കാര്യങ്ങളിലൊക്കെ നമുക്ക് കൂടുതലും ശ്രദ്ധ കിട്ടും. പിന്നെ ഇത് നമുക്ക് ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും വളർത്താൻ സഹായിക്കും. ഇത് നമുക്ക് എന്നുവെച്ചാൽ ഇപ്പം ചില ആളുകൾ മറ്റ് ചില ആളുകളുടെ ഈ ജീവചരിത്രങ്ങൾ കേൾക്കും. ഇപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ധനികനായി മാറിയ ആളുകളുടെ ജീവചരിത്രങ്ങൾ കേൾക്കും. അത് കേൾക്കുമ്പം അവർ വളരെ മോട്ടീവാകും. അപ്പോൾ അവർ ചെയ്ത കാര്യം ഫോളോ ചെയ്യും. ഇപ്പോൾ രാത്രിയിൽ കൃത്യമായിട്ട് ഉറങ്ങി രാവിലെ കൃത്യമായിട്ട് എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വ്യായാമം ചെയ്ത് പിന്നെ ബുക്ക് റീഡിംഗ് ഒക്കെ ചെയ്ത് ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് പിന്നെ കൂടുതലും വർക്കിലൊക്കെ ഫോക്കസ് ചെയ്യും, നല്ല കാര്യത്തിലൊക്കെ ഫോക്കസ് ചെയ്യും. പക്ഷേ പിന്നീട് അത് അവരങ്ങ് ഉപേക്ഷിക്കും, പഴയതുപോലെ തന്നെയാവും. അത് മോട്ടിവേഷനും ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഈ ഒരു സമയം ഒരു 10:30 കിടന്നുറങ്ങണം, 7 മണിക്ക് അല്ലെങ്കിൽ 6:30 എഴുന്നേൽക്കണം, 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യണം, പിന്നെ ഈ ഒരു സമയത്ത് കുളിക്കണം, ഫുഡ് കഴിക്കണം. അത് കൃത്യമായിട്ട് ചെയ്തു പോകുന്നതാണ് ഡിസിപ്ലിൻ. അങ്ങനെയുള്ളവർക്ക് ഈ ഡിസിപ്ലിനും സ്ഥിരതയും കൺസിസ്റ്റൻസി ഉണ്ടാകത്തുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിൽ നമുക്ക് എത്തിപ്പെടാനും പറ്റത്തുള്ളൂ. ഈ 2 കാര്യങ്ങൾക്കുമാണ് കൂടുതലും പ്രാധാന്യം. അതിലൊരു 1% മാത്രമേ ഉള്ളൂ ഭാഗ്യം. അപ്പോൾ ഡിസിപ്ലിനും കൂടെ കുറച്ചും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഈ മെഡിറ്റേഷൻ, എക്സസൈസും യോഗയൊക്കെ. അപ്പോൾ അത് വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യമൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പ്രവൃത്തിയിലൊക്കെ നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ ചിന്തകളിലൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. പിന്നെ ഞാനിപ്പം ഈ പറയുമ്പം എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതെനിക്ക് എല്ലാം നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ചെറിയൊരു എന്താ പറയുക, ഒരു സഭാകമ്പം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ ട്രൈ ചെയ്യുകയാണ്. ഞാനിപ്പം പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു യോഗ, അതിൻ്റെ ഗുണങ്ങൾ, അതെങ്ങനെ ചെയ്യണം എന്നതല്ല പറയുന്നത്. ഇതിപ്പോൾ അവിടെ നിന്ന് എനിക്കുണ്ടാകുന്ന, അത് ചെയ്തിട്ടുണ്ടാകുന്ന അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇതാകുന്നില്ല, എനിക്ക് അങ്ങോട്ട് എല്ലാം അങ്ങ് തുറന്ന് പറയാനായിട്ടുള്ളൊരു മനസ്സ് വരുന്നില്ല. അത് മാറ്റാൻ കൂടെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിനായിട്ടുള്ളൊരു മാർഗവും കൂടിയാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നതും പിന്നെ ഈ ധ്യാനം ഇതുപോലുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്ത് എനിക്ക് ആ ഒരു സഭാകമ്പം മാറി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ